വിശ്വസിക്കൂ. നമ്മുടെ കമ്പനിയിലോ? ആര്? തിങ്ക് സാന്ദ്ര മേഡം, തിങ്ക്. നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിശാലമായ ആകാശത്ത് ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ. വേറൊരു ചന്ദ്രനെങ്കിലും. ഓ മൈ ഗോഡ്, യു മീൻ രവിചന്ദ്രവർമ്മ സാറിന്റെ ബ്രദർ രഘുചന്ദ്രവർമ്മൻ? യെസ്, യു ആർ റൈറ്റ്. സാന്ദ്ര മേഡം, ഇപ്പോഴാ മാഡത്തിന് ബുദ്ധി ഉദിച്ചതെന്ന് ഞാൻ പറയും. യെസ്, കറക്റ്റ് ആണത്. അവൾ ഇവിടുന്ന് പമ്പ കടത്താൻ രവിചന്ദ്രവർമ്മൻ സാറിന് തുല്യമായ ഒരാൾക്കേ കഴിയൂ. രഘുചന്ദ്രവർമ്മനും മാത്രം. ആക്ച്വലി ഞാനങ്ങനെ ആർക്കും പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കാറില്ല. ബട്ട് യു ആർ ലക്കി. ബാക്കി എല്ലാം കൊള്ളാം, പക്ഷെ വില അല്പം കൂടുതലാണ്. ഫൈനൽ റേറ്റ് ഞാൻ തീരുമാനിക്കും. എന്തു പറയുന്നു സാർ? നമ്മൾ നേരത്തെ ഫോണിൽ പറഞ്ഞിരുന്നതാണ്, വില അതിൽ കുറയില്ല സാർ. ഇതിനേക്കാൾ കൂടുതൽ തരാൻ തയ്യാറുള്ള ക്ലയൻസ് വേറെ ഉണ്ട്. പക്ഷെ വർമ്മൻ ഗ്രൂപ്പിന്റെ ഗുഡ്വില്ലാണ് ഞങ്ങൾ നോക്കിയത്. പ്രത്യേകിച്ചും രവിചന്ദ്രവർമ്മന്റെ അനിയൻ രഘുചന്ദ്രവർമ്മനെ വാല്യൂ അല്പം കൂടുതലാണ്. സാറ് നോ പറഞ്ഞാൽ ഞങ്ങൾ ആ വഴിക്ക് നോക്കാം. പക്ഷേ സാറ് നല്ല പ്രൊപ്പോസലുകൾക്ക് നോ പറയില്ലെന്നാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഉടമസ്ഥൻ എന്തിനാ ഈ കെട്ടിടം വിൽക്കുന്നത്? മാത്രമല്ല, ഈ കെട്ടിടം വാങ്ങിയ എന്താണ് നമുക്കുള്ള പ്രോഫിറ്റ്? അതൊന്നും നിങ്ങൾ പറഞ്ഞ കേക്കട്ടെ. അതുകൊള്ളാം. സിറ്റിയുടെ ഹൃദയഭാഗത്ത് കോടികൾ വിലമതിക്കുന്ന കെട്ടിടം ഇത്. നമുക്ക് വേണമെങ്കിൽ നാളെ അതിനൊരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്ത് ഫ്ലാറ്റോ മൾട്ടിപ്ലക്സ് തിയേറ്ററോ ഒക്കെ നിർമ്മിക്കാം. സാറേ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്രയും ചീപ്പായിട്ട് സിറ്റിയുടെ നടുക്ക് ഒരു സ്ഥലം വേറെ കിട്ടില്ല സർ. സത്യം പറഞ്ഞാൽ ഇത് പുറത്ത് അധികമാരും അറിഞ്ഞിട്ടില്ല. അതെ സർ. അതുകൊണ്ടാണ് ഇത്രയും തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കിട്ടുന്നത്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഇത് പ്രിലിമിനറി ഡോക്യുമെന്റ്സ് മാത്രമാണ്. ഓക്കെ, ബാക്കി പിന്നെ എത്തിച്ചോളാം. ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു സർ. ഓക്കെ സർ. യെസ്. ഹലോ സാന്ദ്ര. എക്സ്ക്യൂസ് മീ സർ, അകത്തൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുക. അതിന് ഇപ്പൊ അകത്തു പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പിന്നീട് ഞാൻ സാറിനെ അറിയിച്ചോളാം. ഗെറ്റ് ഔട്ട്. നീ ആരെ എന്നോട് ഇത് പറയാൻ? അല്ല സർ, രവിചന്ദ്രവർമ്മൻ സാർ പറഞ്ഞത്. ഷട്ട് അപ്പ്. സാന്ദ്ര, രാജാറാം. സാന്ദ്ര. ഗുഡ് മോർണിംഗ് സർ.
ഹലോ ചേട്ടായി. Hey, Raghu. Come on, man. Come on. ചേട്ടായി. Okay. Come on. മീറ്റിംഗ് കഴിഞ്ഞില്ലേ? ഇനി എല്ലാവർക്കും പോവാം പ്ലീസ്. ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ഹാർഡ് വർക്ക്. ചേട്ടായി ഫയൽ കംപ്ലീറ്റ് നോക്ക്, കൂടുതൽ സന്തോഷാവും. 5 കോടിക്ക് ഭയങ്കര ലാഭമല്ലേ? അതെ. 2 മിനിറ്റ് ഇരിക്കുക, ഞാനിപ്പോ. ആ ഓക്കെ ഓക്കെ. രാജാറാം സർ. രാജാറാം എന്തായി? സർ, ഓൾമോസ്റ്റ് അവന്മാർ പിടിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. കുറച്ചു സമയത്തിനുള്ളിൽ 2 ആളും അകത്താവും. നമ്മളുടെ ചെക്ക് നമുക്ക് തിരിച്ചു കിട്ടണം. കമ്മീഷനോട് പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കാൻ പറയൂ. ശരി സർ, ഡൺ. വരൂ. താങ്ക് യു. എടുത്ത് ഇപ്പോഴേ മാറ്റി വെച്ചേക്ക്. അങ്ങനെ ചെയ്യണം. അവള് കുഞ്ഞായിരിക്കുമ്പോ സരോജത്തിന്റെ സാരിയൊക്കെ കൊടുത്ത് ഞങ്ങളെ കാണിക്കുമായിരുന്നു. ഇന്ന് സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിച്ച് വീട് നോക്കാൻ തക്കവണ്ണം അവള് വളർന്നു. ഈ ഉത്സവത്തിനെങ്കിലും അവൾക്കൊരു സാരി വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ ബാബു ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നടക്കൂല്ലെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ സരോജത്തിനോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലൊരു സാരിയാ ഞാൻ എന്റെ മോൾക്ക് വാങ്ങാൻ വെച്ചേക്കണത്. ആണോ? ഉത്സവം പ്രമാണിച്ച് ഓഫറൊക്കെ ഉണ്ടല്ലോ, മുതലാളി എന്തെങ്കിലും കുറച്ചൊക്കെ തരും. അത് ശരിയാ, ചേട്ടൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ ശ്രീലക്ഷ്മിക്ക് ഒരു സാരി വാങ്ങണോന്ന്. പിന്നെന്താ പ്രശ്നം? ഓ, അപ്പൊ നിങ്ങക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടല്ലേ? വിചാരിച്ചാൽ മാത്രം നടക്കുമോ? കാശുണ്ടേ? ചേട്ടൻ മുതലാളിയോടൊന്ന് സംസാരിച്ചു നോക്ക്, നല്ലൊരു ശതമാനം ഡിസ്കൗണ്ട് തരും. ജോലിക്ക് പോകുന്ന പെണ്ണ അവള്. അവളുടെ ഓഫീസിലൊക്കെ എത്ര ആളുകളുള്ളതാ. കുറച്ച് വൃത്തിയായിട്ട് മെനയായിട്ട് പോണ്ടേ നമ്മുടെ കൊച്ച്? നീ അതൊക്കെ അവിടെ വെച്ചേ, നിന്റെ വീട്ടിൽ പോവാൻ നോക്ക്. ഇനി മുതലാളി കണ്ട അത് മതി. ഇതെത്ര രൂപ വരും? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അറിഞ്ഞിട്ടിപ്പോ കുന്തം. എത്രേ ബാബു? ഇവിടെ സാധനം തന്നാലേ അപ്പൊ പൈസ വേണം, അതേ നടക്കും. എന്നാ അത് നടന്നാ മതി. ആരുടെ ഇൻസ്റ്റാൾമെന്റ് ഒന്നും നമുക്ക് വേണ്ട. ഇതെവിടുന്ന്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാ. നിങ്ങളിത് കൊടുക്ക. നീ തന്നെ മുതലാളിക്ക് കൊടുത്താ മതി. ഇത് പേക്കേ. 100 രൂപ കുറച്ചിട്ടുണ്ട്. ഇത് മുതലാളി തന്നെ വെച്ചോ. ഞങ്ങളുടെ വീട്ടില് അത്രയും ബുദ്ധിമുട്ട് വരുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. 50 രൂപ കുറവായിരിക്കും. അത് നമ്മുടെ വീട്ടിൽ എല്ലാ തിങ്കളാഴ്ച ഒരു കണ്ടം പൂച്ച വരാറില്ലേ, അത് മീൻ മേടിക്കാൻ എടുത്തോണ്ട് പോകുന്നതാ. അപ്പൊ ഈ പൈസ നീ ശരിക്കും അധ്വാനിച്ചുണ്ടാക്കിയതാണല്ലേ? ചോദിക്കാതെ പൈസ എടുത്തതുകൊണ്ട് ശ്രീരച്ചന് വിഷമായോ? ഞാനോ നിനക്കോ മോൾക്കോ ഒന്നും വാങ്ങി തരണില്ല. സത്യം പറഞ്ഞ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സരോജം, എന്നെ കൊണ്ട് പറ്റണില്ല. അതൊന്നും സാരില്ല ശ്രീടച്ച. എന്നെ മോളെ നോക്കാനേ അച്ഛൻ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു പരിഭവം. രഘുചന്ദ്രൻ സാർ വഴക്ക് പറഞ്ഞോണ്ടാണല്ലേ? ഈ ഓഫീസിലെ ശാപം ഇതാണ്. രഘുചന്ദ്രൻ സാറിന് ആരോടും ഒരു ദയവില്ല. ഒരു നിസ്സാര കാര്യം മതി ജോലിന്ന് പിരിച്ചുവിടാൻ. അല്ല മാഡം,
രവിവർമ്മ സാറിനോട് ഇക്കാര്യം സംസാരിച്ചോ? സംസാരിക്കും മാഡം. സാറ് ഫ്രീ ആവുമ്പോ കാര്യം പറഞ്ഞാൽ മതി. വാ, നമുക്ക് സാന്ദ്ര മാഡത്തിനോട് ചോദിക്കാം സാർ എപ്പോ ഫ്രീ ആവുന്നു. എണീക്ക് മാഡം, വാ. ഗ്ലാഡിസ് പൈസ തന്നോ? ഇതാ. ഗ്ലാഡിസ് കഴിഞ്ഞ ആഴ്ച അയൽക്കൂട്ടത്തിൽ വന്നില്ലല്ലോ. അപ്പൊ 10 രൂപ ഫൈൻ കൂടി തരണം. അതെന്താ പത്മിനി ചേച്ചി, നിയമം എല്ലാവർക്കും ബാധകമല്ലേ? മുമ്പത്തെ ആഴ്ച ജയന്തി വന്നില്ലല്ലോ. അന്ന് ജയന്തിയിൽ നിന്ന് ഫൈൻ വാങ്ങിച്ചില്ല ചേച്ചി. അതെ, അന്ന് അവളെ കെട്ടിയോനോ ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനത്തെ കാര്യം വരുമ്പോ മീറ്റിംഗിന് വന്നില്ലെങ്കിലും നമ്മൾ ഫൈൻ വാങ്ങാറില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. നീ കെട്ടിയോനുമായി വണ്ടർലായിൽ ചുറ്റാൻ പോയതല്ലേ? ആരും പോയില്ലല്ലേ? കമ്മിറ്റി പിരിഞ്ഞോന്ന് പേടിച്ചാ ഞാൻ വന്നത്. പിരിഞ്ഞില്ല, പക്ഷെ പിരിയാറായി. എങ്കിലും സരോജിനി ചേച്ചി 10 രൂപ ഫൈൻ അടയ്ക്കണം. അതെവിടുത്തെ ന്യായം? താമസിച്ചാലും ഞാൻ എത്തിയില്ലേ? വെറുതെ എത്തിയിട്ട് കാര്യമില്ല സരോജൻ ചേച്ചി. അയൽക്കൂട്ടം കഴിഞ്ഞു. 10 രൂപ അടച്ചേക്ക്. ഈശ്വരാ, 10 രൂപ ലാഭിക്കാനാ ബസ്സിൽ കയറാൻ നടന്നു വന്നത്. അതിപ്പോ ഫൈൻ്റെ രൂപത്തിൽ പോയി കിട്ടി. അതെന്താ ചേച്ചി ഒരു ടെക്സ്റ്റൈൽസ് കവർ? ശ്രീലക്ഷ്മിക്കുള്ള ഡ്രസ്സാണോ? പറയാം. അങ്ങോട്ട് നീ ഇരിക്കടി. എന്തോന്നാ സരോജൻ ചേച്ചി ഇത്? എൻഗേജ്മെന്റിന് ഇതുപോലത്തെ സാരി ആരെങ്കിലും വാങ്ങിക്കൂ? എന്റെ ചേട്ടന്റെ ലെവല് നിങ്ങൾക്കും അറിയാലോ. ഇത്ര ചീപ്പൊന്നും പറ്റില്ല. ഇതിനേക്കാൾ ഗ്രാൻഡ് ആയ സാരി വാങ്ങണം. നിങ്ങക്ക് പറ്റിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ വാങ്ങി തന്നോളാം. നിങ്ങൾ വന്നേ, എന്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാം. ഇന്ന് ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, കഴിച്ചിട്ട് പോവാം. കൂട്ടങ്ങള് കുട്ടികളെ പോലെ നിന്ന് മോങ്ങാതെ പകരം പ്രൊഫഷണലിസം എന്താണെന്ന് പഠിക്ക്. എന്തായാലും ആ 2 രൂപ ഗെയിമിൽ നീ 3 ദിവസം ഇവിടെ ജോലി ചെയ്തത് തന്നെ ലക്കുണ്ടാ. പക്ഷേ ഇനിയെങ്കിലും നീ ഓർത്തോ, വെറും ലക്ക് കൊണ്ട് മാത്രം ഒരാൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രവിവർമ്മൻ സാറ് അത് മാത്രം നോക്കിയിട്ടല്ല എനിക്ക് ജോലി തന്നത്. യാ മേ ബി, ബട്ട് രഘുചന്ദ്രവർമ്മൻ സാറ് അത് മാത്രം നോക്കിയിട്ടാവും നിന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ലക്കല്ല, നിന്റെ ബാഡ് ലക്ക്. അകത്തേക്ക് വരട്ടെ? ബെസ്റ്റ്. അകത്തേക്ക് വന്ന് ഡോറ് ലോക്ക് ചെയ്ത് എന്നോട് സംസാരിച്ചാൽ ഇപ്പൊ അകത്തേക്ക് വരാവോ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ് രാജാറാം. യു ക്യാൻ കം അറ്റ് എനി ടൈം. പ്ലീസ് കം. ശ്രീലക്ഷ്മി തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഇനി നീ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇറ്റ്സ് ഓവർ. അനിയൻ രവിചന്ദ്രവർമ്മന് മുന്നിൽ ചേട്ടൻ രവിചന്ദ്രവർമ്മന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും.
ഇനി വന്നേ. എന്താ അവിടെ വന്നിരിക്കുന്നത്? ദേ, നിനക്ക് വേണ്ടി അമ്മ എന്താ ഉണ്ടാക്കുന്നത് നോക്കിയേ. വാ. അതെ, നീ ഉണ്ടാക്കുന്ന കാര്യം മോള് പുറത്തുനിന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. നീ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോ പണ്ടേ അയൽവക്കത്തുകാരെ അറിയിച്ച ഒരു പബ്ലിസിറ്റി നടത്താറുണ്ടല്ലോ, അത് തന്നെ കാര്യം. ഓ ആയിക്കോട്ടെ, ഇത് റെഡി ആവുമ്പോഴേ ഇനി തിന്നാൻ വാ. സ്പൂണ് പോലും നക്കാൻ ഞാൻ തരില്ല, നോക്കിക്കോ. മോളെ, അമ്മ മോൾക്ക് വേണ്ടി എന്താ ഉണ്ടാക്കുന്നറിയോ? മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഹൽവ. കൈ നിറയെ ശമ്പളം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക എന്റെ അച്ഛനും അമ്മയും. അവരോട് ഞാൻ എന്തു പറയും? പറഞ്ഞ തന്നെ അതവര് വിശ്വസിക്കോ? അതൊക്കെ ഓർക്കുമ്പോ ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ ഉടൻ വേറൊരു ജോലി കണ്ടുപിടിക്കണം. ഈ ലോകത്ത് വർമ്മൻ ഗ്രൂപ്പ് മാത്രമല്ലല്ലോ, വേറെയും കമ്പനികളില്ലേ നിനക്ക് വർക്ക് ചെയ്യാൻ? ഉണ്ട്, ഒന്നല്ല ഒരുപാടെണ്ണം ഉണ്ട് കമ്പനികൾ. പക്ഷെ അവിടെയൊന്നും ഒരു രവിചന്ദ്രവർമ്മൻ CEO ആയിട്ടില്ല. അതാണ് ശ്രീലക്ഷ്മിയുടെ പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാ നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. മോളെ, ഒരു 2 മിനിറ്റ്, ചോറ് റെഡിയായി. ജീരകവെള്ളം ഇപ്പൊ തരാം. അമ്മേ, എനിക്ക് ചോറ് വേണ്ടമ്മേ. ആ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ചോറ് വേണ്ടേ? ഇന്നലെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈശ്വര, ഞാൻ ഇനി എങ്ങോട്ട് പോവും? എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ചോറ്. സരോജം, നീ എനിക്കെന്താ ബൈ പറയാത്തത്? അതിനുള്ള പ്രായം കഴിഞ്ഞില്ലേ? അയ്യടാ, പോ അങ്ങോട്ട്. അതെ, ബൈ. അത് സാന്ദ്ര കാണിച്ചില്ലേ? ഞാൻ കണ്ടു സർ. എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ബട്ട് സാറും കൂടി കണ്ട് അപ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, എടുക്കു നോക്കട്ടെ. സർ, ആ ഓയിൽ കമ്പനിയുടെ ഓർഡർ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. എനിക്ക് നോർത്തിലെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സർ, ഞാനിങ്ങനെ തല ഒന്നിച്ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഇത് എത്ര രൂപയാണെന്ന് തനിക്കറിയാം. എന്നിട്ടാ ഇങ്ങനെയുള്ള ഓരോന്ന് കാണിക്കുന്നത്. ഇനി മേലിൽ ഇത് ആവർത്തിച്ച എല്ലാത്തിനും ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഈ കടക്ക് ഞാൻ ഷട്ടർ ഇടും. വലിയ മുതലാളി കളിച്ച് നടക്കുന്നു. ഇപ്പൊ ശരിയാവില്ല. ഒരു കാര്യമില്ലാതെ അയാൾ അച്ഛനെ വഴക്ക് പറയാ. ഞാനായിട്ടും കൂടി അച്ഛനെ വിഷമിപ്പിക്കണ്ട. തിരികെ പോകുന്നതാ നല്ലത്. അതാ എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടവും. നിന്നെ പോലെ തന്നെ അച്ഛനും അമ്മയാണ് എന്റെ ലോകം. അവരുടെ സന്തോഷത്തെ എങ്ങനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റും? ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലി നീ എനിക്ക് തന്നു. പക്ഷെ അതിനെ നീ തന്നെ വളരെ പെട്ടെന്ന് തിരികെ എടുത്തു. എന്തിന്? എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? എനിക്കറിയില്ല. ഇനി നീ തന്നെ പറഞ്ഞു തരണം. ഞാൻ അച്ഛനും അമ്മയോട് എന്തു മറുപടി പറയൂന്ന്. പറയൂ ഭഗവാനെ, എനിക്കൊരു ഉത്തരം താ. ഇതിപ്പോ എന്താ ഇങ്ങനെ?
അല്ല കിട്ടാത്തത്, ഇതിൽ കാശില്ല. കണ്ണ് ഓർന്നോക്കെ എന്താ മെസ്സേജ് എന്ന്. ഇതില് കാശുണ്ട് സരോജം. മോള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. മെസ്സേജ് വേറെ എന്തോന്നാ. ശരി, അങ്ങനെങ്കി അങ്ങനെ. എന്തായാലും കഷ്ടം തന്നെ. അവൾക്ക് ലേറ്റ് ആവുമെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? മനുഷ്യനെ തീ തെറ്റിക്കാനായിട്ട് വീട്ടിലിരിക്കുന്നവരുടെ വെപ്രാളം അവൾക്കറിയണ്ടല്ലോ. തോന്നിയവാസി. ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല സാർ. ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾക്കും കിട്ടുന്നില്ല. വരുമ്പോ എന്തെങ്കിലും പറയാനുണ്ടോ സാർ? ഏയ് ഒന്നുമില്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം. ആരാ വിളിച്ചത്? രവിചന്ദ്രവർമ്മൻ സാറാ. എന്തിനാണെന്ന് അറിയില്ല. ഇത്ര സമയമായിട്ടും അവൾ വീട്ടിലെത്തിയിട്ടില്ല. അവര് വിചാരിക്കുന്നത് അവൾ ഓഫീസിലാണെന്ന്. പക്ഷെ അവൾ ഓഫീസിൽ വന്നിട്ടില്ല. അപ്പൊ എവിടെയായിരിക്കും ശ്രീലക്ഷ്മി? കുറിച്ചാ ഓർക്കുന്നത്. ഒരു തരത്തിൽ ആലോചിച്ച എന്റെ ദുഃഖത്തിന്റെ കാരണം എന്റെ ജോലി പോയത് മാത്രമാണോ എന്ന് അറിയില്ല. ചിലപ്പോ ഇനി മുതൽ രവിവർമ്മൻ സാറിനെ കാണാൻ പറ്റില്ലെന്നതാവും എന്റെ സങ്കടം. രണ്ടായാലും നീ തന്നെ എനിക്ക് മറുപടി തരണം. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ മനസ്സ് തകർന്നു പോവും. എനിക്കൊരു സമാധാനവും കിട്ടാതെയാവും. ദയവ് ചെയ്ത് എനിക്ക് നീ ഉത്തരം തരണം. എന്നെ ഉപേക്ഷിക്കരുത് പ്ലീസ്. ദേവി, സാർ എവിടെ? നീ ഓഫീസിൽ എന്താ വരാത്ത? എന്താ എന്നെ വന്ന് കാണാത്ത? ആദ്യം നീ അതിനുത്തരം പറ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാർ. ഇന്നലെ രഘുവർമ്മൻ സാർ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇന്ന് ഞാൻ സാറിനെ ഫോൺ ചെയ്തിരുന്നു, പക്ഷെ സാർ എടുത്തില്ല, ബിസി ആയിരുന്നു. ഞാൻ ഉമാ മാഡത്തിനെ വിളിച്ചിരുന്നു. മാഡം പറഞ്ഞു രഘുവർമ്മൻ സാർ ഒരു തീരുമാനം എടുത്താ അതിനെ ആരും ചോദ്യം ചെയ്യില്ലാന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിന്നെ ഫോൺ ചെയ്തിരുന്നു, പക്ഷെ സ്വിച്ച് ഓഫ്. സോറി സാർ, ഫോണിൽ ചാർജ് തീർന്നതുകൊണ്ടാ. നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു, അപ്പോഴാ അറിഞ്ഞത് ഓഫീസിൽ നിന്ന് ഇതുവരെ. ഐ ട്രസ്റ്റ് യു. യു ട്രസ്റ്റ് മീ? നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? യെസ് സർ, ഐ ട്രസ്റ്റ് യു. 100% വിശ്വസിക്കുന്നു. ശരി, അപ്പൊ നാളെ ഓഫീസിൽ കാണാം. ഇപ്പൊ നമ്മൾ പിരിയുന്നു. നേരെ ഒത്തിരിയായി. നീ വേഗം വീട്ടിലെത്താൻ നോക്ക്. ബൈ. ബൈ. Sir, I trust you. And I സരോജം, ഞാൻ എവിടെയെന്ന് പറഞ്ഞു നോക്കാനാ? എനിക്കറിയില്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ നിങ്ങളൊന്ന് പോയി നോക്കിയേ.
ഞാൻ വന്നേ. എന്റെ കരിക്കോത്തിയമ്മേ, നീ ഞങ്ങളെ തീ തീറ്റിച്ചല്ലോ മോളെ. ആഹാ, ദേ നോക്കു മനുഷ്യ, എത്ര വിദഗ്ധമായി അവള് പുറത്തേക്ക് പോയത്. ദേ വന്നു, ദാ പോയി. എന്റെ വാക്ക് അവൾ കേൾക്കില്ല. പക്ഷേ നിങ്ങൾക്കെങ്കിലും ഒന്ന് ഉപദേശിച്ചൂടെ? നിങ്ങൾ വലിയ ഉപദേശിയല്ലേ? എങ്ങനെയാണ് ഉപദേശിക്കണേ? വേണ്ട, ഉപദേശിക്കണ്ട. അല്ലെങ്കിലും നിങ്ങൾക്ക് ചോറിങ്ങും കൂറങ്ങുമാണല്ലോ. കഷ്ടം തന്നെ. വിളിച്ചു, കിട്ടിയില്ല. പിന്നെ ഫോൺ അദ്ദേഹം കട്ട് ചെയ്യുന്നത് പോലെ തോന്നി. ഒരു സ്റ്റാഫിനെ വിളിച്ചു നോക്കിയപ്പോഴാ സാർ മീറ്റിംഗിലാണെന്ന് അറിഞ്ഞത്. അപ്പൊ തോന്നി പിന്നെ വിളിക്കണ്ടെന്ന്. അപ്പോഴേക്ക് ഫോണിന്റെ ചാർജ് തീർന്നു. നീ കാര്യത്തിലേക്ക് വാ ശ്രീ, വെറുതെ വലിച്ചു നിട്ടാതെ. അതല്ലേ പറയാൻ പോന്നേ. മുമ്പ് ഞാൻ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, താടിയൊക്കെ വളർത്തി സന്യാസി പോലൊരു മുസ്ലിയാരുടെ കാര്യം. ഞാനിങ്ങനെ കടൽക്കരയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോ അദ്ദേഹം എന്റെ മുമ്പിൽ വന്നു പെട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ വിഷമങ്ങൾക്ക് ഉത്തരം കിട്ടാൻ നീ ഏതെങ്കിലും അമ്പലത്തിൽ പോണോന്നും അവിടെയുള്ള വിഘ്നേശ്വരനോടും ദേവിയോടും ഒക്കെ പ്രാർത്ഥിക്കണമെന്നും. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാ എന്റെ മുമ്പിൽ ഒരാള് പ്രത്യക്ഷപ്പെട്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരാള്. ആരായിരിക്കും അതെന്ന് നിനക്ക് പറയാൻ പറ്റോ? നീ പറഞ്ഞ മുസ്ലിം സന്യാസി തന്നെ വീണ്ടും വന്നതായിരിക്കും. അല്ലെങ്കിൽ വിഗ്രഹമായിട്ട് ഇവിടെ നിങ്ങളുടെ വീട്ടിൽ വരാറില്ലേ, ആ സ്ത്രീ ആയിരിക്കും, ഈശ്വരി അമ്മ. ഏയ് അല്ല കൃഷ്ണ, അവിടെ അപ്പൊ വന്നതേ സാക്ഷാൽ രവിവർമ്മൻ സാറാ. രവിവർമ്മൻ സാറോ? മൈ ഗോഡ്, സത്യം? സത്യം. ശ്രീലക്ഷ്മി, നീ എന്താണ് മീറ്റ് ചെയ്യാത്തത്? ഐ ട്രസ്റ്റ് യു. നാളെ മുതൽ ഓഫീസിൽ വരണം എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. പുതിയ ഡ്രസ്സാ ഇട്ടോണ്ട് വരുന്നേ. ഞാൻ മാത്രം എന്നും കുന്തോന്നു. എടി, അവരൊക്കെ ഉള്ളവരാടി, നമ്മളെ പോലെയാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ സാന്ദ്ര മാഡത്തിനെ കണ്ടിട്ടില്ലേ? മാഡം എത്ര സ്റ്റൈലായ ഡ്രസ്സാ ഇട്ടോണ്ട് വരുന്നേ. ആര്? ആ ശാന്ത്രയാ? അവള് മുട്ടിന് മുകളിൽ വരെയുള്ള ഡ്രസ്സല്ലേ ഇടൂ, എന്നിട്ട് ചാടി ചാടി നടക്കും. അതൊന്നും നമുക്ക് ശരിയാവില്ല. അതൊന്നും മോഹിക്കാൻ വേണ്ട നീ. ശരി, അമ്മ രവിചന്ദ്രവർമ്മൻ സാറിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം എത്ര ടിപ് ടോപ്പായ ഡ്രസ്സാ ഇടുന്നേ. ദൈവമേ, അവരൊക്കെ ഉള്ളവര്. അപ്പൊ അവരാ പവർ കാണിക്കും. നമ്മളില്ലാത്തവര്. അപ്പൊ നമ്മൾ ആ പവർ കാണിച്ചാ മതി, മനസ്സിലായോ? ശ്രീരച്ച, എന്തോന്ന് അവളി മൊഴിഞ്ഞതൊക്കെ? ഇത് നിങ്ങളുടെ മകള് തന്നെയാണല്ലോ അല്ലേ? പിന്നല്ലാതെ. എന്റെ മാത്രമല്ല, നമ്മുടെ അവള് നമ്മുടെ മുത്ത് തന്നെയാ. ഇപ്പൊ എന്തോ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അല്ലാതെ നീ ഇനി വേറെ അർത്ഥമൊന്നും കണ്ടെത്തണ്ട. വിട്ടേക്ക്. Good morning. You are beautiful. And you look like an angel. You are beautiful. Angel and like look. You are beautiful and angel. You are beautiful. ഇവനാണെങ്കിൽ ഇപ്പോഴും നട്ടലുറയ്ക്കാത്ത ഒരു മന്ദബുദ്ധി. ചേട്ടൻ വിഷമിക്കണ്ട. ആ വീട് ഇപ്പോഴും സരോജൻ ചേച്ചിയുടെ ചൊൽപ്പടിയിൽ തന്നെയാ. അവരെ നമുക്ക് നമ്മുടെ കൂടെ നിർത്തിയ ഈ കല്യാണം നടക്കും. അത് നിന്റെ മിഥ്യാധാരണയാ. സരോജ ഇനി എത്ര തുള്ളിയാലും സുദർശൻ വില്ലെന്ന് വിറപ്പിച്ച സരോജ അവിടെ നിൽക്കും. ഈ ബന്ധം നടക്കണമെങ്കിൽ സുദർശനെ പൂട്ടിയേ പറ്റൂ. അതിനി ഒരു വഴിയേ ഉള്ളൂ. ആ സഹദേവൻ
സുദർശന്റെ തുണിക്കടയുടെ മുതലാളി. ആർക്കാണ് പേഴ്സണൽ ഗ്രഡ്ജ്? വേറെ ആരാ? നമ്മുടെ ശ്രീലക്ഷ്മി തമ്പുരാട്ടി തന്നെ. കക്ഷി ഇവിടുന്ന് പോയ കഥ പറയുകയായിരുന്നു. ശ്രീലക്ഷ്മി മേഡം വരുന്നുണ്ട്. വാട്ട്? ആര് വരുന്നു? രഘുവർമ്മ സാർ പുറത്താക്കിയില്ലേ, ആ ശ്രീലക്ഷ്മി മേഡം തന്നെ. മൈ ഗോഡ്. വെറുതെ ഓരോ കള്ളത്തരം പറഞ്ഞ് ഈ ഓഫീസിലേക്ക് കയറി വന്ന ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. അല്ലെങ്കിൽ തന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ വന്ന് കരഞ്ഞ് ഡ്രാമ കളിച്ച് സാറിന്റെ ഞങ്ങളുടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റാവുന്നാണോ? എങ്കിൽ യു ആർ റോങ്, ടോട്ടലി റോങ്. മനസ്സിലായോ? നൗ യു ക്യാൻ ഗോ. പുറത്തു പോകാൻ. ശ്രീലക്ഷ്മി മേഡം, രവിചന്ദ്രവർമ്മ സാർ വിളിക്കുന്നു. സോറി മാം, സാർ എന്നെ വിളിക്കുന്നു. എനിക്ക് ഐ ആം സോ സോറി ടു സേ ദാറ്റ്.